ഞാനൊരു കഥ സൊല്ലട്ടുമാ. ഞാൻ ഈ കഥ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ നിങ്ങളോടും കൂടി ഒന്ന് പറയാന്ന് വിചാരിച്ചു. നടന്ന കഥയാണ്, തള്ളൊന്നുമല്ല, ഒറിജിനൽ കഥയാണ്. എന്ന് പറഞ്ഞാല് ഈ കഥ തുടങ്ങുന്നത് ദാ ഇവിടെ വെച്ചാണ്. സംഭവം നല്ല അടിപൊളി സ്ഥലം അല്ലേ. പക്ഷെ എന്താ പറ്റിയെന്നറിയോ? അന്നത്തെ ദിവസം ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതായത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വോഗോ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞങ്ങളുടെ ജോലി. ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരം ഞങ്ങളുടെ വണ്ടിക്ക് കൊണ്ട് സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്ന് ഞാൻ പതിപോലെ വന്നിട്ട് സാധനം കുറച്ചിറക്കി എൻ്റെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. പക്ഷേ രണ്ടാമത് നമ്മളെ മാനേജർ വിളിച്ചു പറഞ്ഞു വണ്ടി ഒന്നുകൂടെ കൊണ്ടുവരണം, കുറച്ച് സാധനം കൂടെ ഇറക്കാണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ നോർമലായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ വോഗോ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഏതൻ സിനിമാസ് എന്ന് പറഞ്ഞാൽ ഈ തിയേറ്ററിൻ്റെ അടിഭാഗത്താണ്. അവിടെ നമ്മളെ കമ്പനി ഒരു റിച്ച് കമ്പനി ആയതുകൊണ്ട് നമുക്കവിടെ ഫ്രീ പാർക്കിംഗ് ആണ്. അല്ലാത്തവർക്കൊക്കെ ഒരു മണിക്കൂറിന് 500 രൂപ വെച്ച് 5 രൂപ വെച്ചൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും മേടിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ പാർക്കിംഗ് ഫ്രീ ആണ്, എത്ര മണിക്കൂറോളം പാർക്ക് ചെയ്യാം. ഓക്കെ. പക്ഷേ അന്നത്തെ ദിവസം ഈ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിൽ ഒരു വലിയ കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ ഭയങ്കരമായ തിരക്ക് എന്ന് വെച്ചാൽ ആൾക്കാരെ തിരക്കില്ല, കാരണം ആൾക്കാർ പോയി വാഹനം ഇതിനടി പാർക്ക് ചെയ്തിട്ട് ഉള്ളോട്ട് കയറി പോകുന്നു. പക്ഷെ ഭയങ്കരമായ വാഹന വ്യൂഹം, ഇവിടെ ഒരു രക്ഷയില്ല, നിരവധി വാഹനങ്ങളാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, എൻ്റെ വാഹനം എടുത്ത് തിരിച്ചു വന്ന് ജാടുത ഇവിടെ ഇങ്ങനെ നിന്നു. ഇവിടെ നിന്നിട്ട് എനിക്ക് ഉള്ളിലോട്ട് കയറണം. പക്ഷേ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, അർജന്റ് എന്തോ സാധനം വേണം മേളിൽ ഈ സംഭവം പണിയെടുക്കുന്നിടത്ത്. പക്ഷെ ഞാൻ ഇതിന് നേരെ പോയി തിരിച്ചു വരാനാണെങ്കിൽ എനിക്ക് 1 മണിക്കൂറെങ്കിലും എടുക്കും മിനിമം. അതുപോലത്തെ ക്യൂ ആണ് വാഹനത്തിന്റെ. പക്ഷെ സാധാരണ നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് ഉള്ളിൽ കൂടെ ഇവിടെ ഒക്കെ ക്രോസ് ചെയ്ത് വാഹനങ്ങൾ ഇല്ലീഗലായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനം കയറ്റിക്കൊണ്ട് എടുക്കുന്നതാണ്. പക്ഷേ അന്ന് ഇതേപോലെ ഞാൻ വണ്ടി ഇങ്ങനെ നിന്ന് വണ്ടി എടുത്ത് അങ്ങോട്ട് എടുക്കാൻ വേണ്ടി എനിക്ക് ചെറിയൊരു തിട്ട കയറണം. പക്ഷെ നമ്മൾ നോർമലി കയറി പോകുന്നതാണ്. കയറി അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. മനസ്സും കൊണ്ട് എടുത്ത് വണ്ടി അങ്ങോട്ട് കയറാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പുറകിൽ വെള്ളമാണ്. അപ്പോൾ വണ്ടി ഒന്ന് കറങ്ങി, ഫ്രണ്ട് ടയർ അതേ മുട്ടി കറങ്ങി കയറിയില്ല. അപ്പം എൻ്റെ തൊട്ട് മുമ്പിൽ കാറുകാർ നിൽക്കുമോ, അവർ അന്നേരം എന്നെ നടുവിരൽ നമസ്കാരം കാണിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടോ. ഒരു സെക്കൻഡേക്ക് ഞാനങ്ങ് പൊളിഞ്ഞു. എനിക്കറിയാം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. അതിനെക്കാട്ടി പ്രധാനമായിട്ട് ഈ വാഹനം നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് എൻ്റെ ഒരു 10 മീറ്റർ ഒരു കുറച്ച് പുറകിലായിട്ട് 2-3 പോലീസുകാർ നിൽപ്പുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്ന ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ നൈസായിട്ട് ക്രോസ് ചെയ്ത് ചിലപ്പോൾ പോലീസുകാരൊന്നും പറയില്ല, കാരണം അവർക്കറിയാം നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, വണ്ടി അങ്ങോട്ടും അത്യാവശ്യം നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയ വർക്ക് ചെയ്യുന്ന ഒരു വണ്ടിയാണെന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് അവർ വിടുമായിരിക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് കാണിച്ചത്, അവൻ ആ നടുവിരൽ നമസ്കാരം എന്നെ കാണിക്കുകയും ഈ മാൾട്ടിസർ അൽ മഡോണ എന്ന് പറയും ഇടയ്ക്കിടയ്ക്ക്. നമ്മുടെ നാട്ടിൽ നമ്മൾ അത്യാവശ്യം കോപ്പെന്നോ അല്ലെങ്കിൽ എന്തൊരു കോപ്പാണെന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാധനം അവിടെ അൽ മഡോണ എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറേ ആക്ഷൻസ് അവൻ അവിടുന്ന് കാരണമെന്ന് കാണിക്കുകയും ഞാൻ അവിടുന്ന് കണ്ടു. എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം കണ്ട് കയറി കേട്ടോ. എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ ഫസ്റ്റ് കയറി കടന്ന് കയറി മൂപ്പിച്ച് ഒറ്റ കയറ്റി ഈ സാധനം. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്ക് എന്നെ കൊണ്ടത് കയറ്റാൻ പറ്റില്ല, ഞാൻ എന്ത് കോപ്പാണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നതാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. പക്ഷെ ഞാൻ എന്തോരം വിചാരിച്ചത്, നമ്മുടെ നാട്ടിൽ ഈ മലമേടിലെ കുന്നിലും മേളിലൊക്കെ വണ്ടി ഓടിച്ച് കയറ്റിച്ച് ഉള്ള ചളിയിലും കുളിയിലിട്ട് കളിച്ച് അമ്മാതിരി സാധനങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇവിടെ വന്ന് ഈ നിസ്സാരമായി കയറ്റാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള പുച്ഛിച്ചാണെന്നോ എന്തൊരു സാധനം എനിക്ക് കയറി വന്നു, അഹങ്കാരം കയറി വന്നു. ഞാൻ ആ സാധനം അടിച്ചുകൊണ്ട് കയറ്റി വണ്ടി കയറി. പക്ഷെ എന്താ സംഭവിച്ചാൽ വണ്ടിയുടെ ബാക്കിലുണ്ടായിരുന്ന മെറ്റൽ ഇരുമ്പായിരുന്നു, അതും കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നില്ല, അപ്പോൾ കയറ് കെട്ടിയിട്ടില്ല. അപ്പം ഞാനിതിന് ചാടിച്ച് കയറിയപ്പോൾ പുറകെ സാധനങ്ങളോടെ പൊങ്ങി അടിച്ച് ക്ലക്കേന്ന് ഒച്ച കേട്ടു. പാളി എനിക്ക് മനസ്സിലായി, പണി പാളിന്ന്. ഇവിടുന്ന് ഞാൻ കയറിയപ്പോൾ തന്നെ ടയർ കറങ്ങിയല്ലേ കയറി. അപ്പം നിന്നിപ്പോൾ നല്ല സ്പീഡിൽ എടുത്തിട്ടും കയറാത്തതുകൊണ്ട് ലാസ്റ്റ് ടയർ പിടുത്തിട്ട് ഒറ്റ പോക്കം പോയി. അപ്പം അടിച്ച് കെട്ടി കയറി, നല്ല ഒച്ച കേട്ടെ. അവിടെ ഇടിച്ചു കുത്തി വീണു. ഞാൻ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തു. എനിക്ക് മനസ്സിലായി സംഗതി സീനാണ്. എൻ്റെ കൂട്ടുകാരനോടുണ്ടായിരുന്നു മലയാളി, പുള്ളി പറയുകയും ചെയ്തു നീ വണ്ടി എടുക്കരുത് ഞാൻ ജസ്റ്റ് കൈകൊണ്ട് കാണിച്ചു. പക്ഷേ എൻ്റെ അന്നത്തെ ആ ഒരു സെക്കൻഡിൻ്റെ ഒരു ബലഹീനതയ്ക്ക് ഞാൻ വണ്ടി എടുത്താണ്. സീനായി. പോലീസ് വന്നു. പോലീസുകാർ വന്നിട്ട് അൽ മഡോണ നീ എന്ത് തേങ്ങയാണ് കാണിക്കുന്നത്, നിനക്ക് അവിടുത്തെ വണ്ടി ഓടിക്കാറില്ല, നീ എവിടുന്നാണ് വരുന്നത്, എടുക്കുന്നതിൻ്റെ ലൈസൻസ് എടുക്കുന്നതിൻ്റെ ഐഡൻറ്റി കാർഡ് എടുക്ക്, നിർത്തിക്കോ എന്നത്തോടെ പൊക്കോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പുള്ളി സിവിൽ ഡ്രസ്സിലല്ലായിരുന്നു. പോലീസുകാർ 2 പേര് പോലീസ് വേഷത്തിലാണ് വന്നത്, ഒരാൾ സിവിൽ ഡ്രസ്സിലാണ് വന്നത്, സാധാരണ നമ്മളെപ്പോലെ ഡ്രസ്സ് ഇട്ട് വന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞ് ഇവൻ്റെ ലൈസൻസ് എടുക്ക്, ഇവൻ്റെ ഐ ഡി കാർഡ് എടുക്ക്, ഇവനെ പിരിച്ചു വിട്ടേക്ക്, ഇന്ന് മാൾട്ടേ വേണ്ട തെച്ച് കയറ്റി വിട്ടാക്കാൻ പറഞ്ഞ സീനായി. ഞാനാകപ്പാടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഒരു ആയുസിനെ കണ്ണുകരുന്ന് പറയാവുന്ന പോലെ പറ്റിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു സാറെന്ന് പറഞ്ഞു. അപ്പം അയാളൊന്നും കിട്ടില്ല, അയാളങ്ങ് പോയി. പോലീസുകാർ ഐ ഡി കാർഡ് എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ആവത്തെ പറ്റിപ്പോയി, അങ്ങനെ ടേക്ക് യുവർ ഐ ഡി എന്ന് പറഞ്ഞു. ഐ ഡി കാർഡ് എടുത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഇതൊന്നുമില്ല, ടേക്ക് യുവർ ലൈസൻസ് എന്ന് പറഞ്ഞു. ഞാൻ ലൈസൻസ് എടുത്ത് കൊടുത്തു. ഇത് നമ്മുടെ കടലാസ് സാധനമുള്ള ഇന്റർനാഷണൽ ലൈസൻസ്, വെറും കടലാസ്, ഒരു വിലയില്ല, സാധനം കൊടുത്താലേ ഇവിടെ പുച്ച. അത് കൊടുത്തു. ഇത് എന്ത് തേങ്ങയാണ്, ഇതുകൊണ്ട് നടക്കാതെ പരിപാടി, നിർത്തിക്കോ പൊക്കോളാനൊക്കെ പറഞ്ഞ് കുറേ പേടിപ്പിച്ചു. പെട്ടില്ലേ, ഞാൻ പെട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, അവിടുന്ന് എന്നെ തൂക്കിയെടുത്ത് വണ്ടിക്കകത്ത് കൊണ്ടുപോയി നേരെ സ്റ്റേഷനിലെടുത്ത് അവിടുന്ന് പ്രശ്നമാക്കി. വളരെ മനേക്കാം.
അങ്ങനെ അവിടുന്ന് അവരുടെ കൈയും കാലൊക്കെ പിടിച്ചിട്ട് ഒരു വിധത്തിൽ എന്നെ സ്റ്റേഷനിലൊന്നും കൊണ്ടുപോയില്ല. പറഞ്ഞ നുണയാണ്. ഞാൻ വേറെ വിധത്തിലേക്ക് തള്ളാന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ടെന്ന്. സമയം ഇപ്പം ഇത്ര ആയില്ലേ. അതുകൊണ്ട് അവിടുന്ന് അവരുടെ കൈയും കാലൊന്നും പിടിച്ചില്ല. അവരുടെ ഐ ഡി കാർഡ് നമ്പർ എഴുതിയെടുത്തു, ലൈസൻസ് നമ്പർ എഴുതിയെടുത്തു, പിന്നെ ഫോൺ നമ്പർ എഴുതിയെടുത്തു. പിന്നെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്തു കേട്ടോ. അപ്പോൾ തന്നെ വിളിച്ച് വെരിഫൈ ചെയ്തു. കാരണം നമ്മൾ നുണയാണ് പറയുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ തന്നെ വെരിഫൈ ചെയ്തു. എന്നിട്ട് അവർ എൻ്റെ കയ്യിൽ തിരിച്ചു തന്നു. എന്നിട്ട് ഞാൻ രണ്ടാമത് പോയി ചോദിച്ചു, ഞാൻ ജസ്റ്റ് കൊണ്ട് സാർ ഞാൻ എന്തെങ്കിലും ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുണ്ടോ, എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ ഐ ഡി കാർഡ് നമ്പറും നോട്ട് ചെയ്തിട്ടുണ്ട്, ഫൈനൊന്നുമില്ല, പക്ഷേ ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നീ ഇങ്ങനത്തെ റാമ്പറപ്പ് ഇവിടെ കിടന്ന് കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ തൂക്കും എന്ന് പറഞ്ഞു. സോ ഇതെല്ലാവർക്കും ഒരു അനുഭവ പാഠമായിരിക്കട്ടെ.